നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് ബസ് കയറി മരിച്ചു. മരിച്ചത് പൂങ്കുന്നം സ്വദേശി. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. മഴക്കെടുതി. വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഭിന്നശേഷിക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ അതിരൂപതയുടെയും പുതുക്കാട് ഫൊറോനയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കി ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ. NCTV ഇമ്പാക്ട്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം. കൊടകരയിലെ പൊതുശൗചാലയങ്ങൾ ഉടൻ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്ന് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെട്ടു. പൊലിമ പുതുക്കാട് പദ്ധതി 7ാം ഘട്ടത്തിലേക്ക്. പല പച്ചക്കറി പൂക്കൃഷിയുടെ വിത്തിറക്കൽ നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് ബസ് കയറി മരിച്ചു. പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന അമ്മ പത്മിനിക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംസ്ഥാനത്ത് റോഡിലെ കുഴിയിൽ വീണ് ഒരു ജീവൻ കൂടി പൊലിഞ്ഞു. തൃശൂർ പൂങ്കുന്നം സ്വദേശി വിഷ്ണുദത്താണ് ഒടുവിലത്തെ ഇര. അമ്മയ്ക്കൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടെ വ്യാഴാഴ്ച രാവിലെ തൃശൂർ MG റോഡിലായിരുന്നു അപകടം. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചതാണ് വിഷ്ണു. നിയന്ത്രണം വിട്ട സ്കൂട്ടറുമായി വിഷ്ണു വീണത് അതുവഴി വന്ന ബസ്സിനടിയിലേക്ക്. വിഷ്ണുവിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി. നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. അപകടത്തിൽ പരിക്കേറ്റ അമ്മ പത്മിനിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നാലെ പ്രതിഷേധവുമായി BJP കോൺഗ്രസ് പ്രവർത്തകർ എത്തി. പ്രവർത്തകർ റോഡിൽ കിടന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പുലി വീണ്ടും ഇരയെ തേടിയെത്തിയപ്പോൾ കൂട്ടിൽ അകപ്പെട്ടത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി വൈകിട്ടോടെയാണ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ തോട്ടം തൊഴിലാളി ദമ്പതികളുടെ മകൾ 6 വയസ്സുള്ള റോഷ്നിയെ പുലി കടിച്ചുകൊണ്ടുപോയത്. അന്ന് രാത്രി വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല. ഒടുവിൽ പിറ്റേന്ന് രാവിലെ മുതൽ ഡോഗ് സ്ക്വാഡിന്റെയും ഡ്രോണിന്റെയും സഹായത്തോടെ നടത്തിയ തിരച്ചിലിനൊടുവിൽ രാവിലെ 11 മണിയോടെയാണ് വീടിന് സമീപത്തുള്ള തേയിലത്തോട്ടത്തിൽ നിന്നും കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. പാതിയിലധികം ഭക്ഷിച്ച നിലയിലായിരുന്നു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. അന്ന് തന്നെ വനം വകുപ്പ് നരഭോജി പുലിയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചിരുന്നു. ഈ കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയത്. നാളുകൾക്ക് മുൻപും ഇതേ പ്രദേശത്ത് തേയിലത്തോട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിന്നിരുന്ന കുട്ടിയെ പുലി പിടികൂടി കൊലപ്പെടുത്തി വനാതിർത്തിയിൽ ഉപേക്ഷിച്ചിരുന്നു. നിരന്തരം വന്യജീവി ആക്രമണം ഉള്ള പ്രദേശമാണ് വാൽപ്പാറ. കഴിഞ്ഞ ദിവസം കനത്ത മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിൽ വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. നിരവധി കാർഷിക വിളകൾ നശിച്ചു. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് കാരിക്കുളം കടവ് മേഖലയിൽ ഭീതി പരത്തി കനത്ത കാറ്റ് നാശം വിതച്ചത്. ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന മിന്നൽ ചുഴലിക്ക് സമാനമായ കാറ്റിൽ പ്രദേശത്തെ നിരവധി ജാതിമരങ്ങൾ കടപുഴകി. അടയ്ക്കാമരങ്ങൾ പലതും ചീന്തിപ്പോയ നിലയിലായിരുന്നു. രതീഷ് എടത്താടൻ, വേങ്ങക്കൽ തങ്കച്ചൻ, പുളിക്കൻ തങ്കൻ, മുളയ്ക്കൽ തങ്കമ്മ, പുന്നക്കര ഷാജു, ആറ്റുപുറം ബേബി, വലൂപ്പറമ്പിൽ ഷാജു തുടങ്ങി നിരവധി പേരുടെ വീട്ടുപറമ്പിലെ ജാതി, വാഴ, കവുങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ വ്യാപകമായി നശിച്ചു. ഇന്നലെ 8:45 കാറ്റുണ്ടായത്. നമ്മളെ പെരേര മുകളിലത്തെ ഷീറ്റ് ഡ്രസ്സ് മേഞ്ഞത് മൊത്തം മാറി, ഒരു ഷേപ്പ് മാറി നിൽക്കുകയാണ്. പിന്നെ 3 വീട്ടിൽ ജാതി മരങ്ങൾ
കടപുഴകി വീണിട്ടുണ്ട്. ഇന്നലെ രാത്രി ഒരു 8:30-9 മണി നേരത്ത് ഇന്നലെ നല്ല കാറ്റും നല്ല മഴയായിരുന്നു. ആ സമയത്ത് നമ്മുടെ കുറേ ജാതി മരങ്ങളും അതുപോലെ വാഴ, പിന്നെ നമ്മുടെ വീടിൻ്റെ ഡ്രസ്സൊക്കെ പറന്നുപോയി. പിന്നെ ജാതി മരങ്ങളൊക്കെ വീണു, വാഴ, അടയ്ക്കാരം, ഇതൊക്കെ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇന്നലത്തെ ആ മഴയിൽ കാറ്റിലും. അത് അധികം നേരമൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം മഴ ഉണ്ടായിരുന്നുള്ളൂ. കാറ്റും ആ ഇത്തിരി നേരം കൊണ്ട് ഈ ഭാഗത്തുള്ള ഒരുവിധം ആൾക്കാരുടെ വീടുകൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മരങ്ങൾക്കും ഒക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇന്നലെ. വീടുകളുടെ മേൽക്കൂരയിലെ ട്രസ്സുകൾക്കും വലിയ തോതിൽ നാശം സംഭവിച്ചു. മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ പ്രദേശവാസികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ വൈദ്യുതി കേബിൾ സംവിധാനങ്ങൾ തകരാറിലായിരുന്നു. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി ലൈനിൽ ചേർന്ന് നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മലയോര മേഖലയിൽ വ്യാപകമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജില്ലയിൽ അതിശക്തമായ മഴ തുടരുമ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാറ്റും മിന്നൽ ചുഴലികളും ഭീതി വിതയ്ക്കുകയാണ്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കാരിക്കുളം കടവിൽ ഇന്നലെ രാത്രിയിലുണ്ടായ അതിശക്തമായ കാറ്റിലും മിന്നൽ ചുഴലിയിലും പ്രദേശത്തെ നിരവധി കാർഷിക വിളകൾ നശിക്കുകയും വീടുകൾക്ക് നാശം സംഭവിക്കുകയും ചെയ്തു. ജാഗ്രത തുടരണമെന്ന് തന്നെയാണ് അധികൃതർ ഓർമ്മിപ്പിക്കുന്നത്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. ശക്തമായ മഴയിലും കാറ്റിലും നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഭിന്നശേഷിക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. പറപ്പൂക്കര പഞ്ചായത്തിലെ 13-ാം വാർഡിൽ താമസിക്കുന്ന പറമ്പത്ത് സൈനന്റെ ഓടിട്ട വീടാണ് തകർന്നത്. സൈനന്റെ പിതാവ് ഗംഗാധരന്റെ കൈക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച രാവിലെ 8 മണിയോടെയാണ് മഴയിലും കാറ്റിലും വീട് നിലം പൊത്തിയത്. സൈനന്റെ അമ്മ സുമ, സഹോദരൻ ശിശിരൻ എന്നിവരും അപകട സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിലും വീടിന് പുറത്തായതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വൃക്ക സംബന്ധമായ അസുഖം മൂലം ചികിത്സയിലുള്ള ഗംഗാധരൻ ആശുപത്രിയിൽ നിന്നും ബുധനാഴ്ചയാണ് എത്തിയത്. കൂലിപ്പണിക്കാരനായ ശിശിരന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളായ സുമയുടെയും ചെറിയ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. ഇതിനിടെ കിടപ്പാടം കൂടി നഷ്ടമായതോടെ തീരാ ദുരിതത്തിലായിരിക്കുകയാണ് കുടുംബം. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ്, വില്ലേജ് ഓഫീസർ സിജു ജോസഫ്, പഞ്ചായത്ത് ഓവർസിയർ റീന, പഞ്ചായത്ത് അംഗം NM പുഷ്പാകരൻ എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. കുടുംബത്തെ താൽക്കാലികമായി മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. വളരെ ബുദ്ധിമുട്ടായി. ചികിത്സ ഇനി മുന്നോട്ട് പോകാനുള്ള പ്രയാസം, അതോടൊപ്പം ആശുപത്രിയിൽ ഇന്നലെ തിരിച്ചു കൊണ്ടുവന്നതാണ്. ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴ, ആ മഴയത്ത് ഇവരുടെ വീട് പൂർണ്ണമായിട്ടും വീണിരിക്കുകയാണ്. എല്ലാ നിലയ്ക്കും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ്. ഇവര് 2-3 ആളുകൾ അടുക്കളയിൽ കഞ്ഞി കുടിക്കാൻ പോയ സമയത്താണ് ഇത് സംഭവിച്ചതെന്നുള്ള കാരണം കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചില്ല, അല്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അറിഞ്ഞില്ല വീണത്, എടുക്കാറിഞ്ഞ പെട്ടെന്ന് വീണു. ഓർമ്മ വന്നു, ഇവിടെ വന്നപ്പോഴാണ് ആക്കാനപ്പോ ഓർമ്മ വന്നത്. വീണ കഴിയപ്പോഴാണ് അവസ്ഥ. എനിക്കാകെ ഞെട്ടലുള്ളതുകൊണ്ട് എപ്പോഴേ വയ്യാണ്ടിരിക്കല്ലേ, എപ്പോഴും എത്തും. അങ്ങനെ ഓർമ്മ കിട്ടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എനിക്കൊരു വീടുണ്ടാക്കാൻ സൈഡിൽ തീരെ വയ്യാണ്ടിരിക്കുക. ഫോനാണെങ്കിൽ സുഖമില്ലാണ്ടിരിക്കുക. എനിക്ക് വയ്യ. എത്രയും പെട്ടെന്ന് എനിക്കൊരു വീട് ശരിയാക്കി തന്ന ഉപകാരമായി. ദേശീയപാത നന്ദിക്കരയിൽ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ റോഡിലേക്ക് മറിഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 5 മണിയോടെയായിരുന്നു സംഭവം. ഡ്രൈവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആലുവയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. പുതുക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഇസാഫ് ഹെൽത്ത് കെയറും പ്രചോദൻ ഡെവലപ്മെന്റും ചേർന്ന് മണ്ണമ്പേട്ട സെഡാർ സൂപ്പർ മാർക്കറ്റിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. അളഗപ്പനഗർ പഞ്ചായത്ത് അംഗം PK ശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സെഡാർ സൂപ്പർ മാർക്കറ്റ് മാനേജർ TS ലാലവ്, ഡോക്ടർ ഫാസിൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സെഡാറിന്റെ ഉപഭോക്താക്കൾക്കും സമീപവാസികൾക്കുമായാണ് വ്യാഴാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തസമ്മർദ്ദ പരിശോധന, ഷുഗർ പരിശോധന, ഡോക്ടർ കൺസൾട്ടേഷൻ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മണ്ണമ്പേട്ട സെഡാർ സൂപ്പർ മാർക്കറ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്.
നമ്മുടെ ഷുഗർ ലെവല് അറിയുന്നതിനും പൾസ് നോക്കുന്നതിനൊക്കെ സൗകര്യമുണ്ട്. സൗജന്യമായിട്ട് സെഡാറാണത് സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും വ്യാപാരം മാത്രമല്ല, പൊതുജനങ്ങൾക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ സെഡാർ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ സെഡാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തും ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രവും ചിറ്റിശ്ശേരിയിൽ മഴക്കാല രോഗ പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KV ഷാജു, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സജിൻ മേലടത്ത്, ട്രീസ ബാബു, നെന്മണിക്കര ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു എന്നിവർ സന്നിഹിതരായിരുന്നു. നെന്മണിക്കര ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലെസ്ലി വില്ലി, ഡോക്ടർ PL ജിഷ, മറ്റത്തൂർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PR ബൈജു എന്നിവർ ബോധവൽക്കരണ ക്ലാസും പരിശോധനയും നടത്തി. ക്യാമ്പിൽ രക്തപരിശോധനയും അസ്ഥി ബലക്ഷയ പരിശോധനയും നേത്രപരിശോധനയും ഉണ്ടായിരുന്നു. തൃശൂർ അതിരൂപതയുടെയും പുതുക്കാട് ഫൊറോനയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. വരന്തരപ്പള്ളി സെന്ററിൽ നടന്ന ചടങ്ങ് KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന ചെയർമാൻ യോഹന്നാൻ മാർ തയോഡേഷ്യസ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപത പ്രസിഡന്റ് VM അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. വരന്തരപ്പള്ളി പള്ളി വികാരി ഫാദർ ജിയോ ആലനൂലിക്കൽ, ഫൊറോന പ്രൊമോട്ടർ ഫാദർ സോണി കിഴക്കൂടൻ, വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, വരന്തരപ്പള്ളി പള്ളി കേന്ദ്രസമിതി പ്രസിഡന്റ് ഡെവീസ് W അക്കര, മുൻ പാസ്റ്ററൽ അംഗം EA ഓമന, KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് TS അബ്രഹാം, KCBC മദ്യവിരുദ്ധ സമിതി അതിരൂപത സെക്രട്ടറി സിജോ ഇഞ്ചോടിക്കാരൻ, KCBC മദ്യവിരുദ്ധ സമിതി അതിരൂപത മുൻ പ്രസിഡന്റ് CP ഡേവിസ്, പ്രോഗ്രാം കൺവീനർ ലിജി കുണ്ടുകുളം എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കി ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ. ജീവിതം ലഹരി എന്ന ഏകപാത്ര നാടകത്തിന്റെ അവതരണം നടത്തി. രംഗചേതന ആർട്ടിസ്റ്റിക് ഡയറക്ടർ KV ഗണേഷിന്റെ നേതൃത്വത്തിൽ വിദ്യാലയങ്ങളിലേക്ക് ഒരു നാടകയാത്ര എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഗാന്ധി ദർശൻ ജില്ലാ പ്രസിഡന്റ് VS ഗിരീശൻ, പ്രധാനാധ്യാപിക ജിജിമോൾ ജോണി എന്നിവർ സന്നിഹിതരായി. അധ്യാപകരായ KT ഷീബ, K ഡെന്നി ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. NCTV ഇമ്പാക്ട്. വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമാകുന്നു. ക്വാറി വേസ്റ്റിട്ട് കുഴികൾ നികത്തുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, 2 സ്കൂളുകൾ, പെട്രോൾ പമ്പ് തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ഈ റോഡിൽ കാൽനട യാത്ര പോലും ദുഷ്കരമായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് NCTV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. വെള്ളിക്കുളങ്ങര കോറമല 2 കൈ ഭാഗത്തേക്ക് ഒട്ടേറെ സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങളാണ് അനുദിനം ഇതുവഴി സഞ്ചരിക്കുന്നത്. വെള്ളിക്കുളങ്ങര സെന്റർ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള 600 മീറ്ററോളം ഭാഗത്താണ് റോഡ് കൂടുതൽ തകർന്ന് തരിപ്പണമായത്. മഴ പെയ്ത് കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ അപകടങ്ങളും പതിവായിരുന്നു. മഴ കനത്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞ നിലയിലാണെങ്കിലും താൽക്കാലിക അറ്റകുറ്റപ്പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. കൊടകരയിലെ പൊതു ശൗചാലയങ്ങൾ ഉടൻ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്ന് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലക്ഷങ്ങൾ ചെലവഴിച്ച് കൊടകര പള്ളി പരിസരത്തും ടൗണിലും ഗാന്ധിനഗറിലും ടോയ്ലറ്റുകൾ പഞ്ചായത്ത് അധികൃതർ സ്ഥാപിച്ചിരുന്നു. ഇവ വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ്. കൊടകര ഷഷ്ടി പോലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ വരുന്ന സ്ഥലത്താണ് പൊതു ശൗചാലയമില്ലാത്തത്. കൂടാതെ ഗാന്ധിനഗറിൽ പ്രവർത്തനം ആരംഭിച്ച വഴിയിടം വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെ ശൗചാലയവും യാത്രക്കാർക്കായി നാളിതുവരെ തുറന്നു നൽകിയിട്ടില്ല. കൊടകരയിൽ വരുന്ന പൊതുജനങ്ങളും യാത്രക്കാരും വ്യാപാരികളും സ്വകാര്യ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കൂടാതെ കൊടകര ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്ത് നിർമ്മിച്ച ചാലക്കുടി ഭാഗത്തേക്കുള്ള
ബസ് കാത്തിരിപ്പ് കേന്ദ്രം യാത്രക്കാർക്കായി തുറന്നുകൊടുക്കണമെന്നും ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെട്ടു. ഇപ്പോഴുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മഴ പെയ്താൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. TC ഷജിത് കുമാർ, TG അജോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകരയിലെ പൊതു ശൗചാലയങ്ങൾ 3 വർഷമായിട്ട് കൊടകരയിൽ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടകര പാലത്തിൻ്റെ അടിയിലൊരു 65 വയസ്സായ ഒരു ചേട്ടൻ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുക്കുകയും അങ്ങനെ പല വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഭരണസമിതി ആയാലും പഞ്ചായത്തിൻ്റെ ആളുകളായാലും കൊടകരയിലെ ശൗചാലയങ്ങൾ തുറന്നു കൊടുക്കണതിൽ വളരെ പുറകിലാണ് നിൽക്കുന്നത്. പലവട്ടവും ഞങ്ങളുടെ സംഘടന പരാതികളായിട്ടും കാര്യങ്ങളായിട്ടും മുന്നോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒന്നിലെ ഒഴിഞ്ഞൊരു സ്ഥലം നോക്കി അല്ലെങ്കിൽ റോഡ് സൈഡിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ട ഒരു അവസ്ഥ കൊടകര പഞ്ചായത്തിൽ വന്നിരിക്കുന്നു. അത് ഒഴിവാക്കാനായിട്ട് അധികാരികൾ ചെറിയൊരു കാര്യമുള്ളൂ, അത് ചെയ്യാൻ പോലും സാധിക്കാത്ത ഒരു അധികാരികളാണല്ലോ നമ്മുടെ പഞ്ചായത്തിലുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ വളരെ വിഷമകരമായ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനംവകുപ്പ് നടപ്പിലാക്കി വരുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ 2025 ഭാഗമായി പാലപ്പള്ളി റേഞ്ചിലെ വരന്തരപ്പള്ളി സെക്ഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ ഭരത ബ്ലോക്ക് പരിധിയിലെ പത്തായപ്പാറ വനഭാഗങ്ങളിൽ വിത്തൂട്ട് നടത്തി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം KH സുഹറ അധ്യക്ഷയായിരുന്നു. പാലപ്പള്ളി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PD രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി. SFO KV അശോകൻ, സെന്റ് പയസ് 10th CUP സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ റെനി തെരേസ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി അബു അൽത്താഫ്, പാലപ്പള്ളി ഡെപ്യൂട്ടി RFO ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഫ്ലാഗ് ഓഫ് ചെയ്തു. പൊലിമ പുതുക്കാട് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലുള്ള 8 പഞ്ചായത്തുകളിലെ 40,000 വനിതകളെ ഉൾപ്പെടുത്തി 7ാം ഘട്ട ഫലപച്ചക്കറി പൂക്കൃഷിയുടെ വിത്തിറക്കൽ നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യ അതിഥിയായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ TS ബൈജു, EK അനൂപ്, കലാപ്രിയ സുരേഷ്, K രാജേശ്വരി, സുന്ദരി മോഹൻദാസ്, N മനോജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജലക്ഷ്മി റെനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം ട്രീസ ബാബു, CDS ചെയർപേഴ്സൺ സിന്ധു സുബ്രഹ്മണ്യൻ, തലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് AG ഷൈജു, ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോഷി കണ്ണൂക്കാടൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ S സ്വപ്ന, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ KN ദീപ, നെന്മണിക്കര കൃഷി ഓഫീസർ അശ്വതി G പ്രസാദ്, ഭൂ ഉടമയും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ CV അച്യുതൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി K അജിത എന്നിവർ സംസാരിച്ചു. തരിച്ചുകിടന്ന ചക്കംകുളങ്ങര വാരിയം വക 1.5 ഏക്കർ സ്ഥലത്താണ് ചെണ്ടുമല്ലി പൂക്കൃഷിയും പയർ ഉൾപ്പെടെയുള്ള പച്ചക്കറിയും പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്യുന്നത്. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ആഘോഷവും പ്രസാദ ഊട്ടും ജൂലൈ 3 നടത്തും. പുലർച്ചെ മുതൽ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വിജയൻ കാരുമാത്ര മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് പഞ്ചാരി മേളത്തോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, 10:30 മുതൽ അന്നദാനം, വൈകിട്ട് 6:30 മുതൽ ദീപാരാധന, സമൂഹാരാധന, അത്താഴപൂജ, വലിയ ഗുരുതി എന്നിവയും ഉണ്ടായിരിക്കും. ചെമ്പുച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും മഹാമൃത്യുഞ്ജയ ഹോമവും ജൂലൈ 2-ാം തീയതി ബുധനാഴ്ച നടക്കും. 1-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 6-ന് ദീപാരാധന, പ്രസാദശുദ്ധി, പുണ്യാഹം, അത്താഴപൂജ, ബുധനാഴ്ച രാവിലെ 5-ന് നടതുറപ്പ്, ഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, 6-ന് ഉഷപൂജ, പഞ്ചവിംശതി കലശപൂജ, കലശാഭിഷേകം, രാവിലെ 9-ന് കാഴ്ചശീവേലി, മധ്യാഹ്ന പൂജ, ശ്രീഭൂതബലി, പ്രസാദ ഊട്ട്, വൈകിട്ട് ദീപാരാധന, സഹസ്രനാമാർച്ചന, അത്താഴപൂജ എന്നിവയാണ് പരിപാടികൾ. ക്ഷേത്രം തന്ത്രി കാരുമാത്ര വിജയൻ, മേൽശാന്തി മനോജ് ശാന്തി എന്നിവർ കാർമ്മികത്വം വഹിക്കും. രാവിലെ 11-ന് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായ വിതരണവും ഉണ്ടായിരിക്കും.
ഇനി കാണാം ഇൻഫോ ടോക്ക്. സന്ധിവേദന, നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുക, തലമുടി കൊഴിച്ചിൽ, നടുവേദന എന്നിവയെല്ലാം വിറ്റാമിൻ ഡിയുടെ അളവ് കുറയുന്നതിൻ്റെ സൂചനയായിരിക്കാം. ഇത് നേരിയതോ ഗുരുതരമായതോ ആയ ചില രോഗങ്ങൾക്ക് കാരണമാകുകയും ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രതിരോധശേഷിയെ ബാധിക്കുകയും ചെയ്യും. വിറ്റാമിൻ ഡിയുടെ അളവ് സ്വാഭാവികമായി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ചില ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാം. റിപ്പോർട്ടിലേക്ക്. മുട്ടയുടെ മഞ്ഞയിൽ വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതിനാൽ വിറ്റാമിൻ ഡിയുടെ കുറവിനെ പരിഹരിക്കാൻ മുട്ടയുടെ മഞ്ഞയെ ഉപയോഗിക്കാം. മഷ്റൂം അഥവാ കൂണിൽ നിന്നും ശരീരത്തിന് വേണ്ട വിറ്റാമിൻ ഡി ലഭിക്കും. അതിനാൽ വിറ്റാമിൻ ഡിയുടെ കുറവിനെ പരിഹരിക്കാൻ മഷ്റൂം ഡയറ്റിൽ ഉൾപ്പെടുത്താം. സാൽമൺ ഫിഷ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കും. സോയാ പാലിലും നല്ലൊരു ശതമാനം വിറ്റാമിൻ ഡി അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇവയും ഡയറ്റിൽ ഉൾപ്പെടുത്താം. പശുവിൻ പാൽ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും വിറ്റാമിൻ ഡി ലഭിക്കാൻ സഹായിക്കും. കൂടാതെ ഇവയിൽ കാൽസ്യവും അടങ്ങിയിരിക്കുന്നു. വിറ്റാമിൻ ഡിയുടെ നല്ല ഉറവിടമാണ് ഓറഞ്ച്. അതിനാൽ ഓറഞ്ച് ജ്യൂസും ഡയറ്റിൽ ഉൾപ്പെടുത്താം. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷനിസ്റ്റിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ ജില്ലയിൽ നിന്നുള്ള മികച്ച 10 കുടുംബശ്രീ മൈക്രോ സംരംഭകരെ തെരഞ്ഞെടുത്ത് കേരള വിഷൻ അവാർഡുകൾ നൽകി ആദരിക്കുന്നു. കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡിന് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള കുടുംബശ്രീ സംരംഭകർ ജൂൺ 30-നകം അപേക്ഷകൾ സമർപ്പിക്കുക. ജൂലൈ 12-ന് തൃശൂർ DBCLC ഹാളിൽ വൈകിട്ട് 5-നാണ് അവാർഡ് സമർപ്പണം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8086 800668. ഇരിങ്ങാലക്കുട ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഇരിങ്ങാലക്കുട മോഡൽ കരിയർ സെന്ററിന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. തപാൽ വകുപ്പിലെ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഏജന്റ്, മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലുമുള്ള ഒഴിവുകളിലേക്കാണ് അഭിമുഖം സംഘടിപ്പിക്കുന്നത്. 10ാം ക്ലാസ്, +2, ITI, ഡിപ്ലോമ, ഡിഗ്രി, PG യോഗ്യതയുള്ളവർക്ക് തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. ഇരിങ്ങാലക്കുട മിനി സിവിൽ സ്റ്റേഷനിലെ 2ാം നിലയിലെ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഹാളിലാണ് അഭിമുഖം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9544068001 അല്ലെങ്കിൽ 04802821 ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9070 രൂപ, പവന് 72,560 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വെട്ടിച്ച സ്കൂട്ടർ മറിഞ്ഞ് യുവാവ് ബസ് കയറി മരിച്ചു. മരിച്ചത് പൂങ്കുന്നം സ്വദേശി. തമിഴ്നാട് വാൽപ്പാറയിൽ 6 വയസ്സുകാരിയെ പിടികൂടിയ പുലി വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. മഴക്കെടുതി, വരന്തരപ്പള്ളി കാരിക്കുളം കടവിൽ വ്യാപക നാശനഷ്ടം. നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഭിന്നശേഷിക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു. ഒരാൾക്ക് പരിക്കേറ്റു. തൃശൂർ അതിരൂപതയുടെയും പുതുക്കാട് ഫൊറോനയുടെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടികൾ ഒരുക്കി ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂൾ. NCTV ഇമ്പാക്ട്, വെള്ളിക്കുളങ്ങര ജംഗ്ഷൻ മുതൽ സ്കൂൾ ജംഗ്ഷൻ വരെയുള്ള റോഡിലെ യാത്രാ ദുരിതത്തിന് താൽക്കാലിക പരിഹാരം. കൊടകരയിലെ പൊതുശൗചാലയങ്ങൾ ഉടൻ നവീകരിച്ച് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്ന് കൊടകര ഗാന്ധിനഗർ ഏകലവ്യ കലാകായിക സമിതി ആവശ്യപ്പെട്ടു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.